ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരരെ വധിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു അമിത്ഷാ. ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങളാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തുവെന്നും അമിത്ഷാ പറഞ്ഞു. പ്രസംഗത്തിനിടയിൽ ആഭ്യന്തരമന്ത്രിയുടെ വാദങ്ങളിൽ സംശയം ഉന്നയിച്ച അഖിലേഷ് യാദവിനോട് അമിത്ഷാ ക്ഷുഭിതനായി. ഭീകരരുടെ മതത്തിന്റെ പേരിൽ വിഷമം വേണ്ടെന്ന് അഖിലേഷിനെ അമിത്ഷാ പരിഹസിച്ചു. ഫോറൻസിക് റിപ്പോർട്ടിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് താൻ പറയുന്നത്. കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുണ്ടായിരുന്ന പഹൽഗാമിൽ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ഭീകരിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ ഇന്നലെ അർദ്ധരാത്രി പ്രത്യേക വിമാനത്തിൽ ചണ്ഡീഗഡിലെ ലാബിലെത്തി പരിശോധിച്ചുവെന്നും അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയിൽ സുരക്ഷാ സേനകളെയും ജമ്മുകാശ്മീർ പോലീസിനെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അമിത്ഷാ അഭിനന്ദിച്ചു. പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ഭീകരരെ അനുവദിച്ചില്ല. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർ സ്ഥിരം നിരീക്ഷണത്തിലുണ്ടായിരുന്നു. മെയ് 22-ന് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു. അന്നു മുതൽ തുടങ്ങിയ ഓപ്പറേഷനാണ് ഭീകരരെ വധിക്കുന്നതിലേക്ക് നയിച്ചത്. ഭീകരരെ സഹായിച്ചവരെ നേരത്തെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഈ ഭീകരരെ തിരിച്ചറിഞ്ഞതായും അമിത്ഷാ പറഞ്ഞു.